ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഹെയർ ഫോള്, അതായത് ഒരു സിറ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഫോള് വന്നു, ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് ഏതാണ്, അത് എന്താണെന്നൊക്കെയാണെങ്കിൽ പറയാൻ വിചാരിച്ചേ. അപ്പം നിങ്ങളും ചിലപ്പം ഈ സിറ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതാണ് നമ്മുടെ മിനോക്സിഡിൽ എന്ന് പറയും. അതായത് മിനോക്സിഡിൽ ടോപ്പിക്കൽ സൊല്യൂഷൻ മിൻടോപ്പിൻ്റെ ആൽക്കഹോൾ ഫ്രീ 5% എന്ന് പറഞ്ഞ ഹെയർ സെറായിരുന്നു ഞാൻ അന്ന് യൂസ് ചെയ്തത്. ഇതെനിക്കൊരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബോട്ടോക്സ് ചെയ്ത് ഒരു 2 വീക്ക് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ വന്നു എന്ന്. അപ്പം അതിനുശേഷം എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് അവരിത് തന്നു. അപ്പം ഇത് തന്ന സമയത്ത് പക്ഷേ എനിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇത് തന്ന സമയത്ത് എന്നോട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതുമില്ല. അവർ തന്നു, ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അപ്പം ഞാനത് യൂസ് ചെയ്തൊരു 1.5 മന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുന്നതും ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് 60 ml ഒരു ബോട്ടിലാണ്. ഇതിന് ഏകദേശം 1100 വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 20 ഡേയ്സൊക്കെ യൂസ് ചെയ്യാനേ ഉണ്ടാവും. ഒരു 20 ഡേയ്സോ അത്രയൊക്കെ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ യൂസ് ചെയ്ത് ആദ്യത്തെ ഒരു 3 മന്ത് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവുമെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഇതിൻ്റെ യൂസ് കൊണ്ടുണ്ടാകുന്ന ഇത് ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇത് യൂസ് ചെയ്ത ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ആദ്യത്തെ ഒരു 3 മന്ത് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. അതിനുശേഷം ബേബി ഹെയർ റീഗ്രോത്ത്, ചെറിയ ചെറിയ ഗ്രോത്തുകളായി ബേബി ഹെയർ ആയിട്ട് വരും എന്നാണ് ഇത് പറയുന്നത്. അല്ലാതെ തുടക്കത്തിൽ നമ്മുടെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്ത് അങ്ങനെയല്ല. ഓൾറെഡി കൊഴിയാനുള്ള ഹെയറൊക്കെ കൊഴിഞ്ഞു പോയതിന് ശേഷം ബേബി ഹെയർ വരും. അങ്ങനെ അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് എല്ലാ കാലവും ഉപയോഗിക്കണം. എന്നെങ്കിലും ഈ മിനോക്സിഡിൽ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വന്ന ബേബി ഹെയറോ അല്ലെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഹെയർ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം നമ്മൾ ആരെങ്കിലും ഈ മിനോക്സിഡിൽ യൂസ് ചെയ്യാൻ ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിഞ്ഞ് യൂസ് ചെയ്യാൻ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ചിലപ്പം ഇത് കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് ഹെയർ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അറിയുന്ന കുറേ ആളുകളിലും അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. നമ്മളിതൊരു 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ ഉപയോഗിച്ച് നിർത്തുക എന്നുള്ള ഒരു ഓപ്ഷനിലാണ് നമ്മളിത് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. മിനിമം ഒരു 6 മന്ത് യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിത് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഹെയർ ഫോളിൻ്റെ ഒരു ഡബിളായിട്ട് നമുക്ക് ഹെയർ ഫോൾ വരും. അപ്പോൾ നമുക്കത് താങ്ങൂല, അത്രയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്നപ്പോഴാണ് അയ്യോ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഞാൻ അറിയുന്നത്. പിന്നെ എന്താണ്, ഇതിൻ്റെ അകത്ത് നമുക്ക് പറയുന്നുണ്ട്, അതായത് 18 വയസ്സിന് താഴെയുള്ള പിള്ളേർ ഇത് യൂസ് ചെയ്യരുത്, അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യരുത്, പിന്നെ പാല് കൊടുക്കുന്ന അമ്മമാർ യൂസ് ചെയ്യരുത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് വന്നൊരു ഹെയർ ഫോള് അല്ലെങ്കിൽ ഇപ്പം പ്രസവശേഷമൊക്കെ ഹെയർ ഫോൾ വരില്ലേ, അങ്ങനത്തെ ആളുകൾക്കൊന്നും ഇവരിത് പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഇത് ഒന്നെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട്, അതായത് പിന്നെ ഈ മുടി കൊഴിച്ചിൽ വരുന്ന ആളുകളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അല്ലാത്ത ആളുകളൊന്നും കയറി ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടൊന്നും ഇതൊന്നും ഉപയോഗിക്കാൻ നിൽക്കല്ലേ, ഇത് വലിയ പണി കിട്ടും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇത് റീഗ്രോത്ത് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ, അതായത് കഷണ്ടിയിൽ വരെ ഹെയർ വന്നു എന്നൊക്കെ കേൾക്കാറുണ്ട്. അതുപോലെ നമ്മുടെ പൊതുവേ ഈ സ്ത്രീകളിലും അതുപോലെ പുരുഷന്മാരിലൊക്കെ ഈ കഷണ്ടിക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ച കമ്പനി മിൻടോപ്പിൻ്റെ കമ്പനിയായിരുന്നു. പിന്നെ അതായത് ഭയങ്കര രൂക്ഷമായ ഹെയർ ഫോളൊന്നും അല്ലാത്ത ആളുകൾക്കാണ് ഈ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുന്നത്. പിന്നെ ഇത് തന്നെ 3 ഫോമിലുണ്ട്. അതായത് നമ്മുടെ മിനോക്സിഡിൽ എന്ന് പറയുന്നത് ടാബ്ലറ്റ് ഫോമിലുണ്ട്, അതുപോലെ തന്നെ ഫോമിൻ്റെ രൂപത്തിലുണ്ട്, ലിക്വിഡിൻ്റെ രൂപത്തിലുണ്ട്. ഞാനിത് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇല്ല, അന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്.
ഞാൻ നോർമലി പിന്നെ നോർമൽ ഹെയർ ഓയിലും അതുപോലെ തന്നെ ഷാമ്പൂ എന്ന് പറയുന്നത് ആയുർവേദ ഷാമ്പൂ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇതുകൊണ്ടുള്ള റിസൾട്ട് വരെ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സില്ലാണ്ടായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 1.5 മന്ത് കൊണ്ട് തന്നെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയർ പോയി, ഇനി എനിക്ക് ഹെയർ ഉണ്ടാവില്ല, ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും, വേറെ ഒരു ഓപ്ഷനും ഇല്ലയെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇനിയും ഉണ്ട്, ഇതാ ഞാൻ യൂസ് ചെയ്യാതെ ഒരുപാട് ഇനിയുണ്ട്, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തില്ല. ഇത് കാരണം ഇത് ആദ്യത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു, അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ബോട്ടിൽ വാങ്ങിച്ചു. ഇതിൻ്റെ പകുതി ആയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റില്ല എന്ന്. പിന്നെ ചില ആളുകൾക്ക് തലവേദന വരും. പിന്നെ വേറൊരു കാര്യം, ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നന്നായി താരൻ്റെ പ്രശ്നമുണ്ട്, ഡെൻഡ്രഫിൻ്റെ പ്രശ്നം. അതെനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം മുഴുവൻ ഡെൻഡ്രഫ്, അതായത് നമ്മൾ കൂടുതൽ ഹെയർ ഫോൾ വരെ ഈ ഭാഗത്തു നിന്നാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അത് അപ്ലൈ ചെയ്യായിരുന്നു. ആ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് മുഴുവൻ ഡെൻഡ്രഫായിരുന്നു. അതെല്ലാം പോയത് സത്യത്തിൽ ഇപ്പോൾ ഒരു പിന്നെ ഇപ്പോൾ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയേരാം. അപ്പോൾ അങ്ങനെ ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. അന്ന് മുതൽ, അതായത് ഏകദേശം ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 മന്തൊക്കെ ആയി. പക്ഷേ ഞാൻ അന്ന് മുതൽ ഇതൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് എന്തൊക്കെയോ സമയത്തിന് പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇടാണ്ടായി പോയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, ആരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, അത് നല്ലതായിരിക്കും. കാരണം 6 മന്ത് കൊണ്ടൊക്കെ റിസൾട്ട് വിസിബിൾ ആകുന്നുണ്ട്, നല്ല ഹെയർ ഗ്രോത്ത് വരുന്ന ആളുകളുണ്ട്. പിന്നെ തലവേദന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ പറ്റും. പിന്നെ എന്താണ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു മിനോക്സിഡിലിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് കുറേ ആളുകൾക്ക് മുഖത്തൊക്കെ പിന്നെ അധികം രോമവളർച്ച വരുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നുണ്ട്, രോമവളർച്ച വരുന്നുണ്ട്. അതുപോലെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇത് ചെറിയ രീതിയിൽ ഒരു തലയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരു നല്ല സ്മെല്ലൊക്കെയാണ്. പക്ഷേ നമുക്കൊരു തലവേദന പോലെയൊക്കെ ഫീൽ ചെയ്യും ആദ്യത്തെ കുറച്ച് ദിവസം. അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മാറിപ്പോയി. അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, നിങ്ങൾ വാങ്ങിക്കുക, ഉപയോഗിക്കുക. അതല്ലെങ്കിൽ മാക്സിമം ഇതിലേക്ക് വരാണ്ട് നിൽക്കുക. അതൊക്കെയാണ്. അപ്പോൾ ഓക്കെ, അതിപ്പോൾ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ.